ഹായ് നമസ്കാരം ആൻഡ് വെൽക്കം ടു ലളിതം സുന്ദരം. അപ്പോൾ ഇന്ന് നമ്മൾ തൃശ്ശൂർക്കാർക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ദിവസമാണ് അല്ലേ, മേടമാസത്തിലെ. ഇന്നിപ്പോൾ ഈ കൊല്ലം മകം നാളിലാണ്. സാധാരണ മേടമാസത്തിലെ പൂരം നാളിലാണ് തൃശ്ശൂർ പൂരം ആഘോഷിക്കാറുള്ളത്. അപ്പോൾ ഇന്നെന്താ ഉത്രം അധികരാവ്, ഉത്രത്തിന് മുമ്പ് മേടമാസത്തിൽ പൂരം നാൾ ഉദിച്ചു ഉയർന്നോട് കൂടിയിട്ട് തൃശ്ശൂർ പൂരം നടത്തണം എന്നൊക്കെ പറയും. അപ്പോൾ 36 മണിക്കൂറാണ് ഇതിൻ്റെ ദൈർഘ്യം. അപ്പോൾ പിന്നെ അതിന് വേണ്ടിയിട്ടാണ് ഇന്ന് പൂരാക്കിയത്. അപ്പോൾ ഇന്ന് നമ്മുടെ തൃശ്ശൂർക്കാരെ സംബന്ധിച്ച് തൃശ്ശൂരിനെ മാത്രമല്ല ഇന്നത്തെ വിശ്വവിസ്മയം അരങ്ങേറുന്നത്. ഏഷ്യയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഉത്സവമാണ് തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. അപ്പം ഇന്നത്തെ ജനറേഷനൊന്നും അറിയണ്ടാവില്ല എന്താ ഇപ്പോൾ തൃശ്ശൂർ പൂരത്തിന് ഇത്ര പ്രത്യേകത, എന്താ അതിൻ്റെ ഒരു മാഹാത്മ്യമെന്നൊന്നും അവർക്ക് അറിയണ്ടാവില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ചെറിയതായിട്ട് ഒരു മിത്ത്, ഒരു ഐതിഹ്യം നമ്മൾ ഒന്ന് പറയുകയാണ് കേട്ടോ. അതായത് തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ചത് കൊച്ചി രാജാവ് ശക്തൻ തമ്പുരാനാണെന്ന് ഒരുവിധപ്പെട്ട എല്ലാവർക്കും അറിയുണ്ടാവും, തൃശ്ശൂരുകാർക്കൊക്കെ അറിയുണ്ടാവും. അപ്പോൾ ഏതാണ്ട് 200 വർഷത്തെ പാരമ്പര്യമുണ്ട് ഈ തൃശ്ശൂർ പൂരത്തിന്. അപ്പോൾ വിശ്വവിസ്മയം എന്ന് പറയാൻ കാരണം ഇത് തൃശ്ശൂർകാരുടെ മാത്രം ഉത്സവമല്ല, ഏഷ്യയിലെ തന്നെ മികച്ച ഉത്സവമാണെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു. അപ്പോൾ പണ്ട് ആറാട്ടുപുഴ പൂരമായിരുന്നു ഏറ്റവും പ്രസിദ്ധമായത്. ആറാട്ടുപുഴ ദേവസംഗമം എന്നൊക്കെ നിങ്ങൾ പത്രങ്ങളിലൊക്കെ വായിച്ചിട്ടുണ്ടാവും. എല്ലാ ദേവീദേവന്മാരും അവിടെ വന്ന് സംഗമിക്കുന്ന ഒരു പ്രധാനപ്പെട്ട പൂരമാണ് ഈ ആറാട്ടുപുഴ പൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തൃശ്ശൂരത്തെ 8 ദേശത്തെ ക്ഷേത്രങ്ങൾ ഈ ആറാട്ടുപുഴ പൂരത്തിന് സംബന്ധിക്കാറുണ്ടായിരുന്നു. ഒരു വർഷം കനത്ത പേമാരി മൂലം അവർക്ക് അവിടെ സമയത്തിന് എത്താൻ വൈകിപ്പോയി. അപ്പോൾ എത്താൻ വൈകിയതിൽ കോപിഷ്ഠനായിട്ടുള്ള ആറാട്ടുപുഴ നാടുവാഴി ഈ 8 ദേശങ്ങൾക്കും ഭ്രഷ്ട് കൽപ്പിച്ചു. ഇനി നിങ്ങൾ ഈ ആറാട്ടുപുഴയ്ക്ക് പൂരത്തിന് വരണ്ട എന്നുള്ള അത് കേട്ട് വളരെ ദുഃഖിതരായിട്ട് ഈ ഭക്തരൊക്കെ വന്നിട്ട് നമ്മുടെ രാജാവായിരുന്ന ശക്തൻ തമ്പുരാനോട് പരാതി ബോധിപ്പിച്ചു. അപ്പോൾ ശക്തൻ തമ്പുരാൻ അന്ന് തൃപ്പൂണിത്തുറയിൽ രാജധാനി ഉണ്ടായിരുന്നത് തൃശ്ശൂരിലേക്ക് മാറ്റിയ സമയമാണ്. തേക്കിൻകാട് മൈതാനിയൊക്കെ വെട്ടിത്തെളിച്ച് അദ്ദേഹത്തിന് വടക്കുംനാഥ ക്ഷേത്രമൊക്കെ നിർമ്മിച്ച സമയമായിരുന്നു. അപ്പോൾ അദ്ദേഹം ഭക്തരോട് പറഞ്ഞു, ഇനി മുതൽ നമ്മൾ തൃശ്ശൂരുകാർക്ക് മാത്രമായിട്ട് നമ്മൾ പൂരം നടത്തും. അത് നിങ്ങൾ വടക്കുംനാഥൻ്റെ മണ്ണിൽ എല്ലാ ദേവീദേവന്മാർക്കും വടക്കുംനാഥനെ വന്ന് വണങ്ങാനുള്ള ഒരവസരം ആയിട്ട് നമുക്ക് തൃശ്ശൂർ പൂരം മേടമാസത്തിലെ പൂരം നാളിൽ ആഘോഷിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം കൽപ്പന പുറപ്പെടുവിച്ചു. അതുപ്രകാരം അദ്ദേഹം 2 വിഭാഗങ്ങളാക്കി, കിഴക്കേ കൂട്ടം, പടിഞ്ഞാറേ കൂട്ടം. അതിൽ കിഴക്കേ കൂട്ടത്തിൽ തിരുവമ്പാടി ക്ഷേത്രം, അയ്യന്തോൾ, നെതലക്കാവ്, കണിമംഗലം, ലാലു. അതിൽ കണിമംഗലം ഇപ്പോൾ ഈ അടുത്താണ് ഈ കിഴക്കേ കൂട്ടത്തിലേക്ക് ചേർന്നതെന്നാണ് പറയപ്പെടുന്നത്. പടിഞ്ഞാറേ കൂട്ടത്തിലേക്കാണ് പാറമേക്കാവ്, കാരമുക്ക്, ചെമ്പുക്കാവ്, ചൂരക്കാട്ടുകാവ്, പനമുക്കം ഈ ക്ഷേത്രങ്ങളൊക്കെ. പിന്നീട് തിരുവമ്പാടി പാറമേക്കാവും പ്രധാന നടത്തിപ്പുകാരായിട്ട് അങ്ങനെ 10 ക്ഷേത്രങ്ങൾ തൃശ്ശൂർ പൂരത്തിന് തുടക്കം കുറിച്ച് അവരെല്ലാവരും ഒരുമിച്ച് സംഗമിക്കുന്ന സാംസ്കാരിക ഭൂമിയാണ് ഈ വടക്കുംനാഥൻ എന്ന് പറയുന്നത്. ഇപ്പോൾ മനസ്സിലായെന്ന് വിചാരിക്കട്ടെ. ഇനി വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ഒരു ഉത്ഭവം എങ്ങനെയാണെന്ന് വെച്ചാൽ, വടക്കുംനാഥ ക്ഷേത്രം പാരമ്പര്യത്തിൻ്റെ, സംസ്കാരത്തിൻ്റെ, വേദാന്തത്തിൻ്റെ, കലയുടെ, ആധ്യാത്മികതയുടെ എല്ലാറ്റിൻ്റെയും സംഗമ ഭൂമിയാണ് വടക്കുംനാഥൻ എന്ന് പറയുന്നത്. കേരളത്തിൻ്റെ ആത്മീയ ചൈതന്യമായിട്ട് ഈ തൃശ്ശൂർ പൂരം കൂടിയും അവിടെ നടക്കുമ്പോൾ, വടക്കുംനാഥൻ്റെ മണ്ണിൽ നടക്കുമ്പോൾ അതൊരു വിശ്വവിസ്മയമാണെന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ വടക്കുംനാഥൻ എന്ന് പറയുന്നത് പരശുരാമനെ വരുണ ഭഗവാനിൽ നിന്ന് ലഭിച്ച വരഭൂമിയാണ് തൃശ്ശൂർ എന്ന് പറയുന്നത്. ആ ശ്രീമൂലസ്ഥാനത്ത് ഒരാലിൻ്റെ ചോട്ടിൽ സ്വയംഭൂവായിട്ട് അവതരിച്ചതാണ് ഭഗവാൻ.
അപ്പോൾ ആൽമരം കാലപ്പഴക്കം ചെല്ലുന്തോറും ജീർണിച്ച അവസ്ഥയിലായി. പിന്നീട് ഭഗവാൻ അവിടെ വസിക്കുക എന്നുള്ളത് വളരെ ദുഷ്കരമായിട്ട് അദ്ദേഹം ശക്തൻ തമ്പുരാൻ്റെ സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ടിട്ട് പറയാണ്, ഒരു ക്ഷേത്രരേഖകളൊക്കെ ആ ഭൂമിയിൽ തെളിഞ്ഞിട്ടുണ്ടായിരുന്നു, അതനുസരിച്ച് ക്ഷേത്രം പണിയണമെന്ന്. അങ്ങനെ മഹാദേവൻ്റെ കടുത്ത ഭക്തനായിരുന്ന ശക്തൻ തമ്പുരാൻ വടക്കുംനാഥ ക്ഷേത്രം നിർമ്മിച്ചു. ആ വടക്കുംനാഥ ക്ഷേത്രം എന്ന് പറയുമ്പോൾ അതിൽ ആദിശങ്കരൻ്റെ ജനനവുമായിട്ട് ബന്ധപ്പെട്ടു ഒരു കഥയുണ്ട്. കഥ എന്ന് പറയുമ്പോൾ ആദിശങ്കരൻ്റെ മാതാപിതാക്കൾ, ശങ്കരാചാര്യർ, അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കൾ സന്താനഭാഗ്യം കിട്ടാൻ വേണ്ടിയിട്ട് വളരെ അവിടെ തപസ് ചെയ്ത് 43 ദിവസത്തെ ഭജനയ്ക്ക് ജനിച്ചതാണ് ആദിശങ്കരൻ. ശങ്കരാചാര്യർ സ്ഥാപിച്ച 4 മഠങ്ങളാണ് തൃശ്ശൂർ ഇന്നും പാരമ്പര്യത്തിൻ്റെ നിറകുടമായിട്ട് ഇങ്ങനെ നിൽക്കണം. അതേതൊക്കെയാണ്? ഇടയിൽ മഠം, നടുവിൽ മഠം, തെക്കേ മഠം, വടക്കേ മഠം. പിന്നെ വടക്കുംനാഥ ക്ഷേത്രത്തിൻ്റെ ശില്പി എന്ന് പറയുന്നത് പെരുന്തച്ഛനാണ്. പെരുന്തച്ഛൻ്റെ കൈപുണ്യവും പരശുരാമൻ്റെ സങ്കല്പഭൂമിയും പരമശിവൻ്റെ ശ്രീമൂലസ്ഥാനത്തുള്ള അവതാരവും വേദാന്തം, കല, ആധ്യാത്മികത, സംസ്കാരം ഇതിൻ്റെയൊക്കെ സംഗമഭൂമിയാണ്. അതുപോലെ മഹാദേവന് ഭക്തി അർപ്പിക്കാൻ ഈ 10 ദേശങ്ങളിൽ നിന്നും ദേവീദേവന്മാർ സംഗമിക്കുന്ന വിശിഷ്ട ഭൂമിയാണ് വടക്കുംനാഥൻ എന്ന് പറയുന്നത്. അപ്പോൾ തിരുവമ്പാടി ഭഗവതി മഠത്തിൽ വരവോട് കൂടിയിട്ട് പൂരം ആരംഭിക്കുകയാണ്. എന്നിട്ട് തേക്കിൻകാട്ടിലെത്തിയിട്ട് പാർമേക്കാവിൻ്റെ വക ഇലഞ്ഞിത്തറമേളം, അത് കഴിഞ്ഞ് ആചാരപ്രകാരം തെക്കോട്ടിറക്കം, ഒരു സൂര്യൻ അസ്തമിക്കുന്നതോട് കൂടിയിട്ട് കുടമാറ്റം, വർണ്ണവിസ്മയം ഒരുക്കിക്കൊണ്ട് കുടമാറ്റം, പിന്നെ എഴുന്നള്ളിപ്പ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് പുലർച്ചെ 3 മണിയോടെ വെടിക്കെട്ട്, ആകാശത്ത് പൂക്കളും ഒറ്റ വിസ്മയങ്ങളൊക്കെ വിരിയിച്ചിട്ടുള്ള വെടിക്കെട്ടാണ്. അങ്ങനെയുള്ള വിശിഷ്ടമായ പൂരമാണ് ഈ തൃശ്ശൂർ പൂരം എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് പൂരത്തിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഐഡിയ ഒക്കെ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കും.